It's me Fasi on your ishoot photography. നല്ലൊരു വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ക്യാമറയുള്ള മൊബൈൽ ഉണ്ടെങ്കിൽ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റുമോ? പറ്റും. ഇപ്പോഴല്ല, കൊറോണക്ക് മുമ്പ്. ഇപ്പോ കേരളത്തിൽ തന്നെ സൂപ്പർ ഹീറോ മൂവീസ്, മിന്നൽ മുരളി, അത്തരം അടിപൊളി മൂവീസും നല്ല യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാഗ്രീലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഓഡിയൻസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ അവർക്കൊരു വീഡിയോ പോരാ, അവർ ഞെട്ടണം, വീഡിയോ കണ്ടാൽ കിടുങ്ങണം. ഏത് അത്. സോ അത്തരം ഒരു വീഡിയോസ്, ഈ ട്രാൻസിഷൻ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതും ജസ്റ്റ് മൊബൈൽ മാത്രം യൂസ് ചെയ്തിട്ട്, നമ്മൾ നേരത്തെ കണ്ട VN ആപ്പും യൂസ് ചെയ്തിട്ട് എങ്ങനെ ആ വീഡിയോ ചെയ്യാന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് അതിന് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഒരു ട്രൈപോഡ് യൂസ് ചെയ്തിട്ട് മാത്രമേ ഈ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു ഷെയ്ക്കിങ് ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫ്രെയിമിന് ഷെയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. രണ്ട്, നമ്മൾ എടുക്കുന്ന സമയത്ത് എക്സ്പോഷർ ലോക്ക് ചെയ്യണം. കാരണം ആ ഒരു ലൈറ്റിലൊക്കെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാൻസ്മിഷൻ കിട്ടില്ല, രണ്ട് ലൈറ്റായി മാറും, ആ ഒരു റിയാലിറ്റി കിട്ടില്ല. സോ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിതാ എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൊബൈലിൽ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഷൂട്ടിങ് തുടങ്ങാം. ഇപ്പൊ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എഡിറ്റിംഗ് ആണ്. സോ VNലേക്ക് ഈ ഫോട്ടോസ് ഒക്കെ കയറ്റിയിട്ട് അതെങ്ങനെ വൃത്തിയായിട്ട് എഡിറ്റ് ചെയ്താണ്ട് ഔട്ട്പുട്ട് എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ VN ഒന്ന് ഓൺ ആക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ VN എടുത്തു, എന്നിട്ടൊരു ന്യൂ പ്രൊജക്റ്റ് എടുത്തു, നമ്മളെ ഫയൽ എടുത്തു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും VN എഡിറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അത് ആദ്യം മുതലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ മേലത്തെ ലിങ്കിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി. നമ്മൾ ചെയ്ത വീഡിയോ കാണുന്നുണ്ട്. സോ അതൊന്ന് കാണുക, അതിന്റെ അഭിപ്രായം പറയാം. ബാക്കി നമ്മൾ വീഡിയോ എഡിറ്റിംഗിലേക്ക് നോക്കാം. ഇപ്പൊ നമ്മളെ ആപ്പില് വീഡിയോ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളൊന്നും ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, ഒറ്റ ടേക്കിൽ തന്നെ എല്ലാം നടന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. കാരണം നമ്മൾ ആദ്യത്തെ കണ്ടോ, ഈ ഒരു ഭാഗം എക്സ്പോഷർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഏത് മുതലാണ് അത് വേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് നടന്നു വരുന്നതിന്റെ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് എടുക്കാം. അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. പിന്നെ പോയി വണ്ടി എടുത്ത് വന്നു. ആ വണ്ടി ആ തെങ്ങിന്റെ അവിടുന്ന് ഈ സൈഡിലേക്ക്, തെങ്ങ് ഇങ്ങനെ നിൽക്കുന്നു, തെങ്ങിന്റെ ഈ ഭാഗത്തേക്ക് വരുന്നത് മുതലുള്ളതാണ് നമുക്ക് വേണ്ടത്. സോ അവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ അവിടുന്ന് വീഡിയോ കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ വണ്ടി പോകുന്ന വീഡിയോ ഈ സെക്കൻഡ് ലെയറിലേക്ക് കൊണ്ടുവരണം. അതായത് നമ്മുടെ ഒറിജിനൽ വീഡിയോന്റെ മേലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ ഈ VNന്റെ ടൂൾസിൽ ഏറ്റവും അവസാനത്തെ ടൂൾ ആയിട്ടുള്ള ഫോർവേഡ് എന്നുള്ള ടൂൾ യൂസ് ചെയ്യാണ്. സോ ആ വീഡിയോ മേലേക്ക് കയറി, ഇനി ആ വീഡിയോനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ആ നടന്ന് തെങ്ങിന്റെ ഭാഗം എവിടെയാണോ എത്തുന്നത്, ഇവിടെയാണ് നമ്മൾ നടന്നു പോകുന്ന ഒരു പോർഷൻ വരുന്നത്. സോ അവിടേക്ക് ഈ വീഡിയോനെ ഞാൻ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ലെയറിലുള്ളതിനെ കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ ആ സെക്കൻഡ് ലെയറിൽ, അതായത് ആ വണ്ടിയുടെ ആ ഒരു ബോക്സ് ഞാൻ എടുത്തിട്ട് അതിനെ ക്രോപ്പ് ചെയ്യാൻ പോകണം. അപ്പൊ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അടിയിൽ നമ്മൾ ക്രോപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. ആ ക്രോപ്പിംഗ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ക്രോപ്പിംഗ് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഫ്രീ ക്രോപ്പ്, ആ തെങ്ങിന്റെ കറക്റ്റ് ഭാഗം കേട്ടോ, തെങ്ങിന്റെ ഒരു പകുതിയോളം നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കണം. തെങ്ങ് കറക്റ്റ് കട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ക്രോപ്പ് ചെയ്തു. അതിന് ഈ ഒരു ആ മുമ്പത്തെ വീഡിയോ ഉണ്ടല്ലോ, നടന്നു പോകുന്ന വീഡിയോക്ക് ഒപ്പാക്കി വെച്ചു കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണാം. ഇനി നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്തോ. നടന്നു പോകുന്നു, കുറച്ച് ഇങ്ങോട്ട് വരുന്നു. ഇനി ഇത് എന്ത് ചെയ്താൽ മതി, ഈ ഡ്രാഗ് ചെയ്തിട്ടൊന്ന് ഒപ്പം വെച്ച് കൊടുത്താൽ മതി. അതിന് ഞാൻ ആ മുകളിലുള്ളതൊന്ന് പിടിച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യു ക്യാൻ സീ ഹിയർ. സോറി, അത് കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വൈകിപ്പിക്കാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഐ തിങ്ക് ഓൾമോസ്റ്റ് സക്സസ് ആയിട്ടുണ്ട് നമ്മളെ വീഡിയോ. യെസ്, ആ ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ട്. തെങ്ങിനുള്ളിൽ നിന്ന് നീച്ച് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 1-2 ലെഡൊക്കെ യൂസ് ചെയ്തിട്ട്
സംഭവം കളറാക്കാം. ഒരു ലെഡ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെഡ് പേതാ പവറായി ഇതോ ഷോറായി കറക്റ്റായി. അടിപൊളി ലെഡ് R9. സോ അതേ ലെഡ് തന്നെ നമ്മൾ മറ്റേ വീഡിയോക്ക് യൂസ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്താവും, പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകും. സോ സെയിം ലെഡ് യൂസ് ചെയ്യുന്നു. ബോസ് നടന്നു വരുന്നു, ഹെൽമെറ്റ് ഇടുന്നു. പെർഫെക്റ്റ്. ഇനി എനിക്ക് തോന്നുന്നത് ഒന്ന് സ്ലോ മോഷൻ ആക്കി കൊടുക്കാം. കാരണം ഇത്ര സ്പീഡിൽ വേണ്ട, ഒന്നും കൂടെ സ്ലോ മോഷൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതിനായിട്ട് ഞാൻ സ്പീഡ് എടുക്കുന്നു, റെഗുലർ എടുക്കുന്നു. വീഡിയോനൊന്ന് ഫുൾ സ്ലോ മോഷനിൽ ബൈക്കിൻ്റെ ഇനി അതേപോലെ ബൈക്കിൻ്റെ വീഡിയോ നമ്മൾ എടുക്കുന്നു. സാധനം ഞാൻ ഫുൾ സ്ലോ മോഷനിൽ ഇടാൻ പോവാം. പവറാവട്ടെ. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്തോ. എങ്ങനെയുണ്ടോ പരിപാടി? ചോറായില്ലേ? അതാണ് നമ്മളെ പരിപാടി. ഓക്കെ, നമ്മൾ ഈ സ്ലോ മോഷൻ ഇത്രയും നമുക്ക് അവിടെ നിന്ന് നടന്ന് അത്രയും ലോങ്ങിൽ ഇങ്ങനെ വളരെ സ്ലോ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നമ്മുടെ സ്പീഡിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വരുത്തുന്നുണ്ട്. കെർവ് യൂസ് ചെയ്യുന്നുണ്ട്. കെർവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീസെറ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് കിട്ടും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്തോ. സോ ഇനിയും ഇതുപോലത്തെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്താം.